മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നിർഭൻ ചക്രവർത്തി ചേരുകയാണ്. നിർഭൻ, വളരെ കൃത്യമായ ചില നേരിട്ടുള്ള ചോദ്യങ്ങൾ. MDMA കേസുമായി ആ പ്രതിയുമായുള്ള ബന്ധം എന്താണ് എന്നു മുതലാണ് കണ്ടത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പതിവ് ശൈലിയിലുള്ള നിസ്സാരവൽക്കരിക്കുന്ന മറുപടിയാണ് VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി? അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് എന്തൊക്കെയാണ്? തീർച്ചയായും സിജു, അന്ന് ഈ പറഞ്ഞ കാസർഗോഡ് അറസ്റ്റുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട നടന്ന മുഖ്യമന്ത്രി അന്ന് വഴിതടഞ്ഞലുമായി ബന്ധപ്പെട്ട് നടന്ന അതിക്രമത്തിന്റെ ഭാഗമായി മർദ്ദനത്തിൽ പരിക്കേറ്റു. അന്ന് മുതലാണ് ഈ പറഞ്ഞ പ്രതിയുമായി തനിക്കുള്ള ബന്ധം എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അതേ ചോദ്യത്തിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തി. അതിനു മുമ്പ് തന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യാത്രയ്ക്ക് മുൻപ് തന്നെ ഇദ്ദേഹവുമായിട്ടുള്ള നിരവധി ഫോട്ടോകൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജുകളിൽ നിരവധി ചിത്രങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച ചോദ്യമാണെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ആ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറയാത്തത്. തന്നെ വന്ന് പലരും കാണാറുണ്ട്. താൻ പരിചയപ്പെടുന്ന നവകേരള സദസ്സ് ലാത്തിചാർജിന് ശേഷമാണ്, അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്നൊരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടി ആണ് VD സതീശൻ നൽകിയത്. പക്ഷേ ന്യായമായി ഉയരുന്ന ചോദ്യം അന്ന് പറഞ്ഞ കാര്യങ്ങളെ ലംഘിക്കുന്നതാണ്. അന്ന് പറഞ്ഞത് വസ്തുതാപരമല്ല എന്ന് തെളിയിക്കുന്നതാണ് രണ്ടാമത് വന്ന രേഖകൾ. അത് പൂർണ്ണമായി നിരാകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. തനിക്ക് വ്യക്തിപരമായി നേരത്തെ തന്നെ പരിചയമുള്ള, തന്നെ അറിയാവുന്ന പലരും വന്ന് കണ്ടു കാണും. പക്ഷേ തനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ടായത് ഈ സംഭവത്തിന് ശേഷമെന്ന് വിശദീകരണം നൽകി ഒഴിയാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. പക്ഷേ സ്വാഭാവികമായും നേരത്തെ തന്നെ പകൽ പോലെ വ്യക്തമാണ്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്, അദ്ദേഹവുമായി നേരിട്ട് പരിചയമുണ്ട്, സ്വകാര്യമായി പല സ്ഥലത്തും വെച്ച് സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, വിവാദമായ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റുന്നു എന്ന സംബന്ധിച്ച വിവാദം. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഏജൻസികളോ ആഭ്യന്തര വകുപ്പോ സംവിധാനങ്ങളോ ഒരു കാരണവശാലും ഇങ്ങനെ വാർത്തകൾ മാറ്റാൻ, ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന മറുപടിയാണ് നൽകിയത്. പക്ഷേ ഇന്ന് അതിനുശേഷമാണ് ഇത് സംബന്ധിച്ച് മെറ്റ തന്നെ ഇക്കാര്യങ്ങളിൽ നിയമപരമായ ആവശ്യമുണ്ടായിരുന്നു എന്ന വിശദീകരണം വരുന്നത്. ആ വിശദീകരണത്തിലും നിങ്ങൾ അത് വായിച്ചു നോക്കൂ, വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്ന തരത്തിൽ ധ്വനിപ്പിക്കുന്ന ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ ചോദ്യങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനം എടുക്കാം. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി ഇല്ലാതെ മറു ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ്. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും മെറ്റയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതേ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇവിടെ ഇപ്പോൾ ഉയരുന്ന പ്രശ്നം തൂഫാൻ, ആഭ്യന്തര വകുപ്പ് നടത്തുന്ന തൂഫാൻ പദ്ധതി കുടത്തിലായി കഴിഞ്ഞിരിക്കുകയാണ്. അത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ. ആ തൂഫാൻ പദ്ധതി അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അടുപ്പക്കാർ, അല്പം മുമ്പാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാട്ടെ. അതായത് അടുപ്പക്കാർ പിടിയിലായപ്പോൾ തൂഫാൻ കെട്ടടങ്ങി എന്ന് പറഞ്ഞു. ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി? തീർച്ചയായും MDMA കേസിന്റെ പ്രതിയുമായി ബന്ധപ്പെട്ട മെറ്റയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച്, ഒരാൾ മാത്രമല്ല തുടർച്ചയായി പലരും ചോദിച്ചു. ഇക്കാര്യത്തിൽ വ്യക്തമായ വിശദീകരണത്തിലേക്ക് മുഖ്യമന്ത്രി കടന്നില്ല എന്ന് തന്നെ പറയാം. കാരണം അതിലാണ് അദ്ദേഹം ഒഴുക്കൻ മട്ടിയുള്ള വിശദീകരണത്തിൽ എന്തൊരു പ്രചരണമാണ് ഇതിനെതിരെ നടത്തുന്നത്. മെറ്റയുടെ വിശദീകരണം നിങ്ങൾ വ്യക്തമായി ഒന്ന് വായിച്ചു നോക്കൂ. അവരുടെ അൽഗോരിതം അനുസരിച്ചുള്ള ലീഗൽ നടപടി മാത്രമാണ് എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഒരു തരത്തിലും ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചില്ല. മറ്റൊരു ഗൗരവതരമായ കാര്യം, ഈ അനധികൃതമായ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, 3 ജീവനക്കാർ ആത്മഹത്യ ചെയ്തു എന്ന കാര്യം മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്താണ്. ആ ചോദ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിന് നൽകിയ മറുപടി എന്ന് പറഞ്ഞത് ഇങ്ങനെ, സർക്കാർ ജീവനക്കാരുടെ ആത്മഹത്യ സംബന്ധിച്ച കാര്യം ഇപ്പോൾ നിങ്ങൾ വാർത്ത പറഞ്ഞപ്പോൾ, നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോഴാണ് താൻ അറിയുന്നത്. തൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഏതൊരു സർക്കാർ വന്നാലും അങ്ങനെയുള്ള ട്രാൻസ്ഫറും പോസ്റ്റിങ്ങും ഉണ്ടാവും, അത് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. ഒപ്പം തന്നെ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയും വ്യക്തമായ മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറി. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൈരളി അടക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദാനിയോട് സർക്കാരിൻ്റെ അതിർത്തി അറിയിച്ചിരുന്നു എന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ വിവരാവകാശ രേഖയിൽ അങ്ങനെ ഒരു വിശദീകരണവും അങ്ങനെ ഒരു അതിർത്തിയോ സർക്കാരിൻ്റെ ഭാഗമായി അദാനിക്ക് നൽകിയിട്ടില്ല എന്ന വിവരാവകാശ മറുപടി കൈരളി അടക്കം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയത് അത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതല്ല, തൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. തൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് സർക്കാർ അതിർത്തി അറിയിച്ചു, ആ അതിർത്തിയുടെ അടിസ്ഥാനത്തിൽ അദാനിയുടെ മറുപടിയും സർക്കാർ ലഭിച്ചിട്ടുണ്ട്, മറ്റുള്ള വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ് എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഒപ്പം തന്നെ ഓണക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിസന്ധി പലതരത്തിൽ വാർത്തയായി വരുന്നുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്നും അത് സംബന്ധിച്ച ഉപഭോക്താക്കൾ
ഗുണഭോക്താക്കളുടെ അടക്കം പ്രതികരണം വരുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രി ഇന്നടക്കം വിതരണം ചെയ്ത റേഷൻ കട വഴി സപ്ലൈകോ വഴി വിതരണം ചെയ്ത ആകെ കിറ്റുകളുടെ അടക്കം 80% പൂർത്തിയായി കഴിഞ്ഞു എന്ന മറുപടിയാണ്. ഒപ്പം തന്നെ മുൻ സർക്കാരിന്റെ കാലത്ത് ഓണത്തിന് ഈ ക്ഷേമ പെൻഷന്റെ അഡ്വാൻസ് തുക നൽകുന്ന സംവിധാനം ഉണ്ടായിരുന്നു. 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒന്നിച്ച് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവിന് കിട്ടുന്ന കൈകളിൽ ലഭിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അത് ഇത്തവണ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ ക്ഷേമ പെൻഷൻ നടപടികൾ ആരംഭിക്കുന്നു, നാളെ തന്നെ വിതരണം ആരംഭിക്കുമെന്നതാണ്. ഈ ഓണക്കെറ്റും ക്ഷേമ പെൻഷനെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഈ ഓണക്കാലത്ത് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. സിജു.